ബ്രേക്ക് എൻഗേജ്ഡ് ആണ്, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസെൻഗേജ് ആകും. പക്ഷേ വെറുതെ പ്രസ് ചെയ്താൽ ഡിസെൻഗേജ് ആകത്തില്ല നിങ്ങൾ. പക്ഷേ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസ് ചെയ്ത് പോവുകയാണെങ്കിലും ഓതറൈസ്ഡ് ആയിട്ടുള്ള സർവീസ് സെൻറ്ററിലൊക്കെയാണ് നിങ്ങൾ സർവീസ് ചെയ്യുന്നതെങ്കിൽ ഒരു പ്രശ്നവും വരത്തില്ല. ഓതറൈസ്ഡ് അല്ലാത്ത സർവീസ് സെൻറ്ററിലൊക്കെ ചെല്ലുന്ന സമയത്ത് കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല എന്താണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്നുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ. അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വാഹനം വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വാഹനം ഡിം ആകുന്നതായിരിക്കും. ഇങ്ങനൊരു കപ്പ് ഹോൾഡർ വരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ശരിയാണോ തെറ്റാണോ എന്നും കൂടി നിങ്ങളൊന്ന് പറയാം. ഈ കാണുന്നതാണ് ഡ്യുവൽ ഇഞ്ചക്ടർ, അതായത് ഒരു സിലിണ്ടറിൽ 2 ഇഞ്ചക്ടർ വെച്ച് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിയുകയാണെങ്കിൽ പോലും ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബൈക്ക് ഉറപ്പായിട്ടും കയറി വരും. അതിവിടുത്തെ ഒരു രീതിയാണ്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലാണ് നമ്മുടെ ഹുണ്ടായുടെ ക്രെറ്റ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് IVT ട്രാൻസ്മിഷൻ വരുന്ന മോഡലാണ്. ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ആദ്യം തന്നെ ക്രെറ്റയുടെ ഒരു വിശേഷം പറയാനാണെങ്കിൽ 2015 സ്റ്റാർട്ട് ചെയ്ത് 10 വർഷമായിട്ടും ടോപ്പ് സെല്ലിംഗ് SUVകളിൽ ഒന്നാണ് ക്രെറ്റ എന്ന് നമുക്ക് സംശയമില്ലാതെ പറയാം. എന്തുകൊണ്ടാണെന്നും കൂടെ പറഞ്ഞുതരാം. കാരണം പല SUVസും ഈ ഒരു റേഞ്ചിലോട്ട് വരാത്തതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഈ ഒരു വാഹനത്തിന് പെട്രോൾ എഞ്ചിനുണ്ട്, ഡീസൽ എഞ്ചിനുണ്ട്, ഇലക്ട്രിക്കും അവൈലബിൾ ആണ്. ഈ 3 മാത്രമല്ല, ട്രാൻസ്മിഷൻ വേരിയൻറ്റിലാണെങ്കിലും മാനുവൽ, അതുപോലെ തന്നെ DC, CVT അഥവാ IVT അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ ഒരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി, അതായത് ഒരു SUV വേണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷനാണ് വരുന്നത്. അതിപ്പം ഈ എഞ്ചിൻ ഓപ്ഷൻ ഞാൻ പറഞ്ഞ 3 എഞ്ചിൻ ഓപ്ഷനിലാണെങ്കിലും പെട്രോൾ നാച്ചുറലി ആസ്പിറേറ്റഡ് വാഹനമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ ആ ഒരു എഞ്ചിനാണ് എൻ്റെ കയ്യിലുള്ളത്. അത് തന്നെ 1.5 ലിറ്റർ ടെർബോ ചാർജ്ഡും അവൈലബിൾ ആണ്. അത് തന്നെ 1.5 ലിറ്റർ ഡീസലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 3 എഞ്ചിൻ വേരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും ഇന്ന് എൻ്റെ കൂട്ടത്തിലുള്ള 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. ഇതിനെക്കുറിച്ചൊരു വിശേഷമാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ ഈ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ പാരാമെട്രിക് ഡിസൈൻ വരുന്ന ഒരു ക്രോം ബ്ലാക്ക് ഡിസൈനാണ് നമുക്കിവിടെ കിട്ടുന്നത്. സൈഡിലോട്ട് വരുന്ന ഈ ഒരു പോർഷനൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ഇതൊരു DRL യൂണിറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ വരുന്ന സമയത്ത് ഒരു ക്വാഡ് ഹെഡ്ലൈറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. ക്വാഡ് എന്ന് ഉദ്ദേശിക്കുന്ന 4, അതായത് 1, 2, 3, 4 ഒരു 4 ചേംബർ വരുന്ന ഒരു LED ഹെഡ്ലൈറ്റാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതായാലും ഇതിൻ്റെ വെട്ടം വലിയ കുഴപ്പമില്ല, ഒരു ഓക്കെ തന്നെയാണ്. ഹൈ ബീം കുറച്ചുകൂടെ നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട് രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. ലോ ബീം അത്രയും കൊണ്ട് ഗുമ്മ ഞാൻ പറയത്തില്ല, പക്ഷേ ഒരു ഓക്കെ ഫീൽ തന്നെയാണ്. ഇവിടെ താഴെ നമുക്കൊരു എയർ ഇൻടേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ടയേഴ്സിൻ്റെ പോർഷനിലോട്ടൊരു ആക്റ്റീവ് എയർ ഇൻടേക്ക് പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്കിഡ് പ്ലേറ്റ് ഇത്രയും വലിയ രീതിക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഈ സൈഡിലോട്ട് വന്ന് നല്ല ഓപ്പൺഡ് ആയിട്ടുള്ള ഏരിയാസ്, അതായത് നല്ല രീതിക്ക് ഇതിന് എയർ എടുക്കാൻ സാധിക്കുന്ന ഒരു ഏരിയ കാണാം. ഇവിടെ ഒരു ആംബിയൻ സെൻസർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സെൻസർ എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ എത്രയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അത് കിട്ടുന്നതിൻ്റെ കണക്ക് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അകത്തെ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ നമുക്ക് അകത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സെൻസർ കൊടുത്തിരിക്കുന്നത്. 1, 2, 3, 4 അങ്ങനെ 4 പാർക്കിംഗ് സെൻസേഴ്സ് ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കണക്റ്റഡ് DRLs നമുക്കിത് ഇങ്ങറ്റം വരെ പോകുന്നുണ്ട്, അതും കാണാൻ നല്ല രസമുണ്ട്. തൊട്ട് താഴെയായിട്ട് ഹുണ്ടായുടെ ഒരു വലിയ ലോഗോയും 360 ഡിഗ്രിയുടെ ഫ്രണ്ട് ക്യാമും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തൊട്ട് താഴെ ഒരു വലിയ എയർ ഡാമും അഡാസിൻ്റെ റഡാറും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയൊരു സ്കിഡ് പ്ലേറ്റ് പോലെ തന്നെ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അങ്ങ് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു വലിയ ഹുഡ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല വിരിഞ്ഞൊരു ഹുഡ് ഏരിയയാണ്. നമുക്ക് ശരിക്കും വാഹനത്തിനകത്തിരുന്ന് ഈ ഹുഡിൻ്റെ ഇങ്ങറ്റം വരെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അഡാസിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ, അതായത് ക്യാമറയും കാര്യങ്ങളും യൂണിറ്റും ഒക്കെ ഇവിടെയാണ് വരുന്നത്. നമ്മുടെ റെയിൻ സെൻസറും കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു പോർഷനിലാണ്. സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കാണാൻ സാധിക്കുന്ന അലോയ് വീലിൻ്റെ ഡിസൈനാണ്. അതായത് ഒരു ഡയമണ്ട് കട്ട് അലോയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിൻ്റെ പുതിയ ഡിസൈനാണ് വരുന്നത്. ടയർ സൈസ് വരുമ്പോൾ 215 60 17 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർ ഇതിലെയാണ് പാസ് ചെയ്ത് പോരുന്ന, ഫ്രണ്ടിൽ നിന്ന് വരുന്ന ആക്റ്റീവ് എയർ വരുന്ന ഞാൻ പറഞ്ഞത് ഈ ഒരു പോർഷനിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ സൈഡിലത്തെ ഈ ഒരു SUVയുടെ ലുക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഈ ക്ലാഡിങ്സും കാര്യങ്ങളൊക്കെ താഴത്തെ നമ്മുടെ റണ്ണിങ് ബോർഡ് വഴി അങ്ങ് അറ്റം വരെ ഏതായാലും ആ ക്ലാഡിങ് പോകുന്നുണ്ട്. നമുക്കിതൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഒരു ഓട്ടോ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലെ മിറേഴ്സ് കാണാം, അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. ഒരു 360 ഡിഗ്രിയുടെ റൈറ്റ് സൈഡിലെ ക്യാമറയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ കൂടെ നമുക്ക് ഈ ഒരു മിറേഴ്സിൽ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഏതെങ്കിലും നമുക്ക് ഈ ഒരു ഗ്ലാസ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഗ്ലാസ്സിൽ കാണാൻ സാധിച്ചില്ലെങ്കിൽ പോലും ആ വാഹനം നമ്മുടെ ഈ വാഹനത്തിൻ്റെ അടുത്തോട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു വാർണിംഗ് ലൈറ്റ് വരുന്നതായിരിക്കും, ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട്. സൈഡിൽ വേറെ പ്രത്യക്ഷത്തിൽ വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്യാരി ഫോർവേഡ് ചെയ്ത് പോയതുപോലെ തന്നെയാണ് അതിൻ്റെ മോഡൽസ് വരുന്നത്. അതുപോലെ തന്നെ ഡോറിൽ റിക്വസ്റ്റ് സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
സൈഡിലോട്ട് പോകുമ്പോൾ മേളിലൊരു ഫ്രെയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ഡു നോട്ട് അപ്ലൈ ലോഡ്. അതായത് ജസ്റ്റ് ഒരു എന്താ പറയുന്നത്, ഒരു ഷോ പർപ്പസ് മാത്രമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സിൽവർ ഫിനിഷ് ഇതിൽ ഇങ്ങനെ പോകുന്നുണ്ട്. നല്ലൊരു ഇൻസേർട്ടായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോകുന്ന ഇൻസേർട്ടും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിലോട്ട് വരുന്ന സമയത്ത് ബാക്കിലാണ് നല്ല രീതിക്ക് ഇത് റീവർക്ക് വന്നിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് പഴയ ക്രെറ്റ ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ക്രെറ്റ എന്നുള്ളൊരു എഴുത്തും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ ക്രെറ്റ ഒന്ന് ഒതുങ്ങിപ്പോയി, അടിച്ചൊതുക്കിയതായിരിക്കും. ഇവനൊന്ന് ചുരുക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങറ്റം തൊട്ട് അങ്ങറ്റം വരെ ഒരു കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് മിക്ക SUVസിലും നമ്മളിപ്പോൾ കണ്ടുവരുന്നൊരു രീതി തന്നെയാണ്. അതുപോലെ തന്നെ സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്, അതിപ്പം ടെയിൽ ലാമ്പിൽ അല്ലെങ്കിൽ ടെയിൽ ഗേറ്റിലോട്ടും കയറുന്ന രീതിക്ക് തന്നെയാണ് അതിൻ്റെ ലൈറ്റ് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓടിക്കളിക്കുന്നത് ഒരു റിയർ വൈപ്പർ കൊടുത്തിട്ടുണ്ട്, ഡീഫോഗേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഷാർപ്പ് ഫിൻ ആൻറ്റിനെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും അതെല്ലാം കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോൾ ക്രെറ്റ എന്നൊരു ബാഡ്ജിങ് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേരിയൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പല വാഹനങ്ങളും വേരിയൻസ് കൊടുക്കാറില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഏതാണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ ഇത് SX എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. തൊട്ട് താഴെയായിട്ട് തന്നെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 360 ഡിഗ്രിയുടെ ബാക്ക് ക്യാം ഇവിടെ വരുന്നുണ്ട്. ഹുണ്ടായുടെ ഒരു ലോഗോ ഈ പറഞ്ഞ ഇൻസേർട്ടിനകത്ത് വെച്ചിരിക്കുകയാണ്. ആരും എടുത്തുകൊണ്ട് പോകരുത് അല്ലെങ്കിൽ തുടരുതെന്ന് എന്നുള്ള രീതിയിലായിരിക്കും അത് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ പാരാമെട്രിക് ഡിസൈനിൻ്റെ പോലെ തന്നെ പ്ലാസ്റ്റിക് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു റിവേഴ്സ് ലൈറ്റാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ 1, 2, 3, 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഇതിന് ഫ്രണ്ടിലും പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. 433 ലിറ്റർ ബൂട്ട് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ക്രെറ്റയുടെ കൂട്ടത്തിൽ വരുന്ന ഒരു നെക്ക് സപ്പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ബാക്കിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് ഇത് ഫിറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ചില സമയത്ത് ഇതൊരു അധിക പെറ്റായിട്ട് തോന്നാറുണ്ട്. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അതുപോലെ തന്നെ സ്പെയർ ടയർ നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്പെയർ ടയറിൻ്റെ സൈസ് വരുന്നത് 205 65 R16 ആണ് വരുന്നത്. അതായത് 16 ഇഞ്ചാണ് വരുന്നത്. നമ്മുടെ ടയർ വരുന്നത് 17 ഇഞ്ചാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ സബ് ഊഫർ കാണാൻ സാധിക്കും. 8 സ്പീക്കേഴ്സാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഹാലജൻ ബൾബ് തന്നെയാണ്. ഇതൊന്ന് മാറ്റി LED ആക്കാമെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ സജഷൻ മാത്രമാണ്. സംഗതി അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്കൊരു പാർസൽ ട്രേയും ഇവിടെ കിട്ടുന്നുണ്ട്. താത്തിടണമെന്നുണ്ടെങ്കിൽ അതും താത്തിടാൻ സാധിക്കും. യെസ്, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. എന്തെങ്കിലുമൊക്കെ സാധനം വെക്കണമെങ്കിൽ വെക്കാം. ഒരു 60-40 സ്പ്ലിറ്റ് സീറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിവിടുന്ന് മറിച്ചിടാൻ സാധിക്കും, ഈ സീറ്റ് ബെൽറ്റ് ഉടക്കാതിരുന്നാൽ. ഓക്കെ, ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ബൂട്ട് സ്പേസ് പിന്നെയും കൂട്ടാൻ സാധിക്കും. അതായത് 2 പേർക്ക് ഇവിടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. ഒരാളുടെ സ്ഥലത്ത് മാത്രം കുറേ ലഗേജസ് ഒക്കെ വേണമെങ്കിൽ കയറ്റി വെച്ച് സെറ്റ് ആക്കാൻ സാധിക്കും. അതും കിടുവാണ്. അതുപോലെ തന്നെ 2 സൈഡിലും നമുക്കിവിടെ റിഫ്ലക്റ്റേഴ്സ് കാണാൻ സാധിക്കും. ഈ വാഹനത്തിനകത്തെ വിശേഷങ്ങളൊന്ന് നോക്കാം. ഏതായാലും ഡോറ് തുറക്കുമ്പോൾ തന്നെ ആദ്യത്തെ കാര്യം, ഇത് മിക്ക ഹുണ്ടായി വാഹനങ്ങൾക്കും ഇത്രയും പോർഷൻസ് കോമൺ ആണ്. അതായത് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച്, റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ, ഏത് മിറർ അഡ്ജസ്റ്റ് ചെയ്യണം, മിറർ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച്, ലോക്ക് അൺലോക്കിൻ്റെ സ്വിച്ച്, പവർ വിൻഡോസിൻ്റെ സ്വിച്ചാണ് വരുന്നത്. ഡ്രൈവർ സൈഡ് മാത്രം 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നോർമൽ ടൈപ്പ് തന്നെയാണ് വരുന്നത്. ഗ്ലാസസ് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ലോക്ക് സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള ലിവർ, ലോക്ക് ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, അതായത് വലിയൊരു സ്റ്റോറേജ് സ്പേസ് പറയാനില്ല, ചെറിയൊരു 2 ബോട്ടിൽ, അതായത് ഒരു 1 ലിറ്ററിൻ്റെ ഒരു വലിയ ബോട്ടിൽ വെക്കാം. ഇവിടെ സൈഡിൽ ചെറിയൊരു ബോട്ടിൽ വെക്കാം. ഇവിടെ എന്തെങ്കിലും ഒരു സ്റ്റോറേജും കൂടെ നമുക്ക് അത്യാവശ്യം വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ കിട്ടുന്നുണ്ട്. ബോസിൻ്റെ സ്പീക്കേഴ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. വാഹനത്തിൽ കയറുന്ന സമയത്ത് നമുക്ക് ഡ്രൈവർ സൈഡ് ഇലക്ട്രിക് സീറ്റാണ് വരുന്നത്. അതായത് 8 വേ അഡ്ജസ്റ്റബിൾ സീറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഈ സൈഡ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്കിവിടെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ സ്വിച്ച് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പാർക്ക് സെൻസർ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിടാൻ സാധിക്കും. ഓട്ടോ ഓഫ് എന്ന് പറയുന്ന ബട്ടൺ, അതായത് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടൺ നമുക്കിവിടെ വരുന്നുണ്ട്. ട്രാഫിക്സിലേക്ക് നമുക്ക് ഓഫ് ആവാൻ വേണ്ടിയുള്ള ഫംഗ്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിടാൻ സാധിക്കും. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. തന്നെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഫ്യൂസ് കേസും കാണാൻ സാധിക്കും. ഒരു PD കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഹുഡ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ലിവർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. AC വെൻ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇൻ്റഗ്രേഷൻ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇങ്ങനെ അങ്ങ് കയറി അങ്ങറ്റം വരെ പോകുന്നൊരു ഫീലാണ് നമുക്കിവിടെ തോന്നുന്നത്. ഇവിടെ ഒരു റബ്ബർ ഗ്രിപ്പ് വരുന്നുണ്ട്. എന്തെങ്കിലും നമുക്ക് ഫോണോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഓടിക്കളിക്കാതെ അവിടെ ഇരുന്നോളും. നല്ലൊരു രീതിയാണ്. അതുപോലെ തന്നെ ഒരു മാഗ്നറ്റിക് അറ്റാച്ച്മെൻ്റ് ആണ് നമുക്കിവിടെ വരുന്നത്. എന്തെങ്കിലും മാഗ്നറ്റ് ആയിട്ടുള്ള വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ അറ്റാച്ച് ചെയ്ത് വെക്കാൻ സാധിക്കട്ടെ. നല്ലൊരു ഓപ്ഷനാണ്. ഐഡിൽസോ കാര്യങ്ങളൊക്കെ വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെക്കുന്നത് നല്ല രസമായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഈ സൈഡ് ഞാൻ പറയാൻ വിട്ട ഒരു കാര്യം, ട്യൂട്ടർ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഡീഫോഗറിൻ്റെ വെൻ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
ഈ സൈഡിലോട്ട് കയറുമ്പോഴത്തേക്ക് ആദ്യം നമ്മുടെ കണ്ണ് പിടിക്കുന്ന ഇത്രയും വലിയൊരു സ്ക്രീനിലോട്ടാണ്. അതായത് 10.25 ഇഞ്ചിൻ്റെ 2 സ്ക്രീൻ, 1, 2 സ്ക്രീൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഫുൾ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് വരുന്നത്. പക്ഷേ ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത്ര ഒരു സ്ക്രീനേ ഉള്ളൂ, എന്നാലും കാണാൻ നല്ല രസമാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീല് കാണാൻ സാധിക്കും. ഹുണ്ടായുടെ ഒരു കോമൺ ഡി ഷേപ്പ് സ്റ്റിയറിംഗ് വീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. വിത്ത് പാഡിൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും ഭാഗങ്ങൾ നമ്മുടെ ക്ലസ്റ്റർ മീറ്റർ കൺട്രോൾ ചെയ്യാനും അഡാസ് ഫീച്ചറും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ കൺട്രോൾസ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലെ കൺട്രോൾസ് വരുന്ന എല്ലാം നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് ആണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. ഹോൺ ആണെങ്കിലും ഒരു രക്ഷയില്ല, കിടു ഹോണാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ചിലതൊന്നും മാത്രം കാണിച്ചു തരാം. നമ്മുടെ കോമ്പസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റത്തിന് എന്തോ ഒരു ഇഷ്യൂ ഈ ഒരു വാഹനത്തിൽ കാണിക്കുന്നുണ്ട്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയില്ല, സമയം പോലെ ഞാൻ നോക്കിക്കോളാം. അപ്പം അത് കഴിയുമ്പോഴത്തേക്കും അടുത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് വാഹനത്തിൻ്റെ ജസ്റ്റ് ഡ്രൈവിങ്ങിൻ്റെ ഇതുപോലെ മാത്രം കാണിക്കുന്നുണ്ട്, ഇമേജ് കാണാം. പിന്നെ റീഫിൽ ചെയ്തതിന് ശേഷം എത്ര കിലോമീറ്റർ ഓടി, ലാസ്റ്റ് റീസെറ്റ് ചെയ്ത് എപ്പോഴാണ്, ഓട്ടോ സ്റ്റോപ്പ് എത്ര സെക്കൻഡ്സ് നമുക്ക് കിട്ടി, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യം, ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് വരുന്നത്, അതായത് ഫീച്ചർ പാക്ഡ് ആയിട്ടുള്ള ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്ക് കിട്ടുന്ന. ബ്ലൂ ലിങ്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ മേളിലോട്ട് നമുക്ക് നോക്കി ഇവിടെ ഒരു സ്പീക്കർ യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിലെ കോമ്പിനേഷൻ സ്വിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഓഫ് മോഡ്, ഓട്ടോ മോഡ് വരുന്നുണ്ട്, പാർക്ക് മോഡ് വരുന്നുണ്ട്, ഹെഡ്ലൈറ്റ് ഓൺ പൊസിഷൻ വരുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ഓട്ടോ എന്ന് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇത് എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത് നേരെ താഴോട്ടാക്കി കഴിഞ്ഞാൽ, ഇങ്ങനെ താഴോട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഹൈ ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഹൈ ലോ സെറ്റ് ചെയ്യാൻ സാധിക്കും. എന്താണ് ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഹൈ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഹൈ റേഞ്ചൊക്കെയാണ് പോകുന്നത്, പക്ഷേ എപ്പോഴും നമുക്ക് ഈ ഹൈ ബീമും ലോ ബീമുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പാടാണെങ്കിൽ ഈ ഒരു വാഹനത്തിൽ അത് ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വാഹനം ഹൈയും ലോയും അടിച്ചോളും. അതായത് ഹൈയും ലോയിലോട്ട് ഷിഫ്റ്റ് ചെയ്തോളും. നമ്മൾ ജസ്റ്റ് വാഹനത്തിനകത്ത് ഇരുന്ന് ഡ്രൈവ് ചെയ്താൽ മാത്രം മതി. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ക്രെറ്റ EVയുടെ വാഹനമായിട്ടൊരു ഹൈ റേഞ്ച് പോയായിരുന്നു. അന്നേരം ഈ പറഞ്ഞ ഓട്ടോ ഫീച്ചർ എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ വളരെ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വാഹനം വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വാഹനം ഡിം ആകുന്നതായിരിക്കും. വാഹനം പോയി കഴിയുമ്പോഴത്തേക്കും വേറെ വാഹനങ്ങൾ ഇല്ലെങ്കിൽ അന്നേരം ഇത് ഹൈ ബീം ആക്ടിവേറ്റ് ചെയ്ത് എനിക്ക് വഴിയൊക്കെ നല്ല വൃത്തിയായിട്ട് കാണുന്ന രീതിക്ക് സെറ്റ് ചെയ്യും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം പലപ്പോഴും നമ്മൾ ഹൈ ബീം ഇട്ട് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാൻ മറന്നു പോകാറാണ് ചെയ്യുന്നത്. പക്ഷേ വാഹനം അത് വളരെ കൃത്യമായിട്ട് സെൻസ് ചെയ്ത്, ഇതിന് ഇവിടെ സെൻസർ വരുന്നുണ്ട്. ആ സെൻസർ, ലൈറ്റ് സെൻസർ ചെക്ക് ചെയ്ത് വേറെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനത്തിൻ്റെ ലൈറ്റ് നോക്കിയിട്ട് ഹൈ ബീം ഓഫ് ചെയ്ത്, അല്ലെങ്കിൽ ഹൈ ബീമിനെ ഓഫ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞ് തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും AC വെൻ്റ് നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഓഫ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓഫ് ചെയ്തിടാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്തിടാം. ഓക്കെ. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ നമ്മുടെ ACയുടെ ക്ലൈമറ്റ് കൺട്രോൾ സ്വിച്ച്. പക്ഷേ ഇത് ACയുടെ മാത്രമല്ല, നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെയും കൺട്രോൾസ് ഇവിടെയാണ് വരുന്നത്. ഇതെല്ലാം നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസും ഇത് നമ്മുടെ ഹസാർഡ് സ്വിച്ചുമാണ് വരുന്നത്. അത് കഴിയുമ്പോൾ ഇത് നമുക്കൊരു ഡ്യുവൽ സോൺ AC ആണ് വരുന്നത്. ഡ്രൈവർ സൈഡിൽ ഒരു ടെമ്പറേച്ചർ, കോ ഡ്രൈവർ സൈഡിൽ വേറെ ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ റേഡിയോ ട്യൂൺ ചെയ്യാനും എൻ്റർ ചെയ്യാനും പവർ ഓൺ ഓഫ് ബട്ടൺ, അതായത് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ പവർ ഓൺ ഓഫ് ബട്ടണാണ്. ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള ബട്ടണാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൻ്റെ ടെമ്പറേച്ചർ, കോ ഡ്രൈവർ സൈഡിൻ്റെ ടെമ്പറേച്ചർ. ഇനി രണ്ടും ഒരുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇതിപ്പോൾ 23 ഇത് 21 ആണ്, നമുക്ക് സിങ്ക്രണൈസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെയാവും. ഞാൻ ഒരു സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് രണ്ടും മാറുന്നതായിരിക്കും. അതും ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഫാൻ്റെ സ്പീഡ് കൂട്ടുക, കുറയ്ക്കുക, ഇത് കുറയ്ക്കാൻ കൂട്ടാനാ ഏത് മോഡിലോട്ട്, അതായത് ഏത് പൊസിഷനിൽ എയർ വരണമെന്നുള്ള കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. AC ഓൺ ചെയ്യണമെങ്കിൽ ഓൺ, അല്ലെങ്കിൽ ഓഫ് ചെയ്യണമെങ്കിൽ ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ AC മാത്രം ഓഫ് ആവുന്നതായിരിക്കും. ഓട്ടോ മോഡ് സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ഓട്ടോ മോഡ് സെലക്ട് ചെയ്യാൻ സാധിക്കും. സിങ്ക്രണൈസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞായിരുന്നു. ഇൻസൈഡ് സർക്കുലേഷൻ, ഇത് റിയർ ഡീഫോഗറാണ് വരുന്നത്, ഫ്രണ്ട് ഡീഫോഗറാണ് വരുന്നത്. AC സിസ്റ്റം ഫുൾ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്താൽ ഫുൾ ഓഫ് ആവുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു USB A ടൈപ്പ് കാണാൻ സാധിക്കും. ഇത് ഇപ്പോഴും ആൻഡ്രോയിഡ് ഓട്ടോയും വയർലെസ് ആയിട്ടുള്ള പരിപാടി ആയിട്ടില്ല. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫീച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമുക്കൊരു 12 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. 180 വാട്ട്സ് ആണ് നമുക്കതിൽ കിട്ടുന്നത്. പിന്നെ ഒരു C ടൈപ്പ് ഔട്ട്പുട്ട് നമുക്ക്, അതായത് ഒരു ചാർജറോ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമുക്ക് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ വയർലെസ് ചാർജറിനാണ്. വയർലെസ് ചാർജ് ചെയ്യാൻ വേണ്ടി ഫോണിവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് തെളിയുന്നതായിരിക്കും. അത് കഴിഞ്ഞ് തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ലൊരു ഗിയർ ലിവർ നോബ് കാണും. ഒരു പ്രീമിയം വാഹനത്തിൻ്റെ തന്നെ, ശരിക്കും ഒരു പ്രീമിയം വാഹനമാണ്. അതൊരു പ്രീമിയം വാഹനത്തിൻ്റെ തന്നെ നോബ് നമുക്ക് കാണാൻ സാധിക്കും. ബാക്കിലൊരു സ്വിച്ചും
വരുന്നുണ്ട്. അത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് നമുക്ക് കാണാം. അതുപോലെ തന്നെ PR പാർക്ക് മോഡ്, റിവേഴ്സ് മോഡ്, ന്യൂട്രൽ മോഡ്, ഡ്രൈവ് മോഡ്, സീക്വൻഷ്യൽ മോഡ് നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. പ്ലസ് ആൻഡ് മൈനസ് നമുക്ക് വരുന്നുണ്ട്. ഓട്ടോ വൈപ്പർ ഓൺ ആയതുകൊണ്ട് മഴ പെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വൈപ്പേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിവിടെ ഡ്രൈവും ട്രാക്ഷൻ മോഡും വരുന്നുണ്ട്. ഡ്രൈവ് മോഡ് മാറ്റാൻ വേണ്ടി തിരിച്ചാൽ മതി. തിരിക്കുന്ന സമയത്ത് നോർമൽ ഇക്കോ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് ഞാൻ ഈ പ്രസ് ചെയ്യാൻ വേണ്ടി പോകണം, നോക്കണം. പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ട്രാക്ഷൻ മോഡ് ഏത് വേണം അത് നമുക്ക് സെറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് ഹാൻഡ് ബ്രേക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആണ്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസെൻഗേജ് ആകും. പക്ഷേ വെറുതെ പ്രസ് ചെയ്താൽ ഡിസെൻഗേജ് ആകത്തില്ല. ബ്രേക്ക് അപ്ലൈ ചെയ്താൽ മാത്രം ഡിസെൻഗേജ് ആകത്തുള്ളൂ. ഓട്ടോ ഹോൾഡ് ഫീച്ചറിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വാഹനം എവിടെയെങ്കിലുമൊക്കെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്ത് മടുക്കേണ്ട കാര്യം വരുന്നില്ല. വൺസ് നമ്മൾ ഈ ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്ത് ഈ ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ ഓൺ ആക്കി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ തവണ ചെല്ലുന്ന സമയത്ത് ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്ത് ബ്രേക്ക് വൺസ് അപ്ലൈ ചെയ്തതിന് ശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുത്ത വാഹനം ഒരു കയറ്റത്തിലാണെങ്കിൽ പോലും പുറകോട്ട് ഒരു സ്റ്റെപ്പ് പോലും പോരത്തില്ല. കാരണം ബ്രേക്കായിട്ട് തന്നെ നിൽക്കും. പിന്നെ എപ്പോഴാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത് അന്നേരം വാഹനം മുമ്പോട്ട് പോകത്തുള്ളൂ. അതാണ് ഓട്ടോ ഹോൾഡിൻ്റെ ഫംഗ്ഷൻ. അത് കഴിഞ്ഞ് നമുക്കിവിടെ തൊട്ട് താഴെ സീറ്റ് വെൻറ്റിലേഷൻ കാണാൻ സാധിക്കും. മേളിലോട്ടാക്കുന്നവർ 3 സ്പീഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് കുറയ്ക്കാനും സാധിക്കും. ലെഫ്റ്റ് സൈഡിലെ സീറ്റിനും റൈറ്റ് സൈഡിലെ സീറ്റിനും മാത്രമേ ഈ ഒരു ഫംഗ്ഷൻ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ 360 ഡിഗ്രി ക്യാമറ കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഏതായാലും ഒരു രക്ഷയില്ലാത്ത ക്ലാരിറ്റി ആണെന്ന് തന്നെ ഞാൻ പറയും. കാരണം കിഡു എന്ന് പറയുന്നത് നല്ലൊരു ക്യാമറ ക്ലാരിറ്റി ഒരു രക്ഷയില്ലെന്ന് ഞാൻ പറയും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഹുണ്ടായുടെ എല്ലാ വാഹനങ്ങളുടെയും ക്യാമറാസ് പക്ക, ഒന്നും പറയാനില്ല ആ ഒരു കാര്യത്തിൽ. അതുപോലെ തന്നെ നമുക്കിവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാൻ സാധിക്കും. അഡ്ജസ്റ്റബിൾ ടൈപ്പ് ഒന്നും അല്ല, ഒരു നോർമൽ ടൈപ്പ് കപ്പ് ഹോൾഡേഴ്സാണ് വരുന്നത്. അതുപോലെ തന്നെ എനിക്കൊരു നെഗറ്റീവ് സൈഡ് പറയാനുള്ളത് ഈ ആംറസ്റ്റിൻ്റെ കാര്യമാണ്. കാരണം ഈ ആംറസ്റ്റ് അഡ്ജസ്റ്റബിൾ ടൈപ്പ് അല്ല വരുന്നത്, ഫിക്സഡ് ടൈപ്പാണ്. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങത്തില്ല. അപ്പോൾ അന്നേരം വരുന്ന കുഴപ്പം എന്നാന്ന് പറയുന്നത്, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, താഴെ സപ്പോർട്ട് ചെയ്യാൻ സ്ഥലമില്ല. ഇങ്ങനൊരു കുഴപ്പം വരുന്നുണ്ട്. ഇത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് അഡ്ജസ്റ്റബിൾ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെൻ്റെ പേഴ്സണൽ സജഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവർ സൈഡിലെ സൺവൈസർ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല അതിനകത്ത്, ജസ്റ്റ് കാലി. ഒരു ഗ്ലാസ് ഹോൾഡേഴ്സ്, ഇനിയിപ്പോൾ സൺ ഗ്ലാസ് തന്നെ ഞാൻ പറയുന്നില്ല, ഏത് ഗ്ലാസ് വേണമെങ്കിലും അത് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. മൈക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റീഡിംഗ് ലാംപ്സ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. റീഡിംഗ് ലാംപ്സ് മാത്രമല്ല, ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യാനുള്ള ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ താരം വരുന്നുണ്ട് പനോരമിക് സൺ റൂഫ്. ഇങ്ങറ്റം തൊട്ട് അങ്ങറ്റം വരെ അവൻ പോകുന്നതായിരിക്കും. യെസ്, സംഗതി നല്ല വെയിലാണ്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് മുമ്പ് മഴ പെയ്തതേ ഉള്ളൂ. ഓക്കെ, അപ്പം സൺ റൂഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വാഹനത്തിൽ ഒരു മസ്റ്റ് ഫീച്ചർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് സൺറൂഫിനോട് അത്രയും വലിയ യോജിപ്പ് തോന്നിയിട്ടില്ല. അത് എൻ്റെ പേഴ്സണൽ സജഷനാണ് ഞാൻ പറയുന്നത്. കാരണം മെയിൻ്റെനൻസ് കുറച്ച് കൂടുതൽ വരാനുള്ള സാധ്യതകളുണ്ട് ഈ സൺറൂഫ് ഉള്ള വാഹനങ്ങളിൽ. പക്ഷേ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസ് ചെയ്ത് പോവുകയാണെങ്കിലും ഓതറൈസ്ഡ് ആയിട്ടുള്ള സർവീസ് സെൻറ്ററിലൊക്കെയാണ് നിങ്ങൾ സർവീസ് ചെയ്യുന്നതെങ്കിൽ ഒരു പ്രശ്നവും വരത്തില്ല. ഓതറൈസ്ഡ് അല്ലാത്ത സർവീസ് സെൻറ്ററിലൊക്കെ ചെല്ലുന്ന സമയത്ത് കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല എന്താണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്നുള്ള. അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിലൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. സൺറൂഫ് ഉള്ള വാഹനം എടുക്കുന്നതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. പക്ഷേ സർവീസ് പ്രോപ്പറാണെങ്കിൽ ഒരു ഇഷ്യൂസും വരുന്നതായിരിക്കത്തില്ല. സ്റ്റിയറിങ് നമുക്ക് ടിൽറ്റ്, ടെലിസ്കോപ്പിക്, ഇത് രണ്ടും അവൈലബിൾ. ഇനി നമുക്ക് കോ ഡ്രൈവർ സൈഡിലോട്ടൊന്ന് ഇരുന്ന് നോക്കാം അവിടെ എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മുടെ കോ ഡ്രൈവർ സീറ്റിലിരിക്കുകയാണ്. ഇവിടെ ഏതായാലും മാനുവലി അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ചാരൊക്കെ അങ്ങോട്ട് കയറിയിട്ടിരിക്കുക. അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സീറ്റാണ്. നമ്മൾ ആദ്യം നോക്കുന്ന പ്രശ്നമില്ല. ഞാൻ ആദ്യം നോക്കുന്നൊരു കാര്യം, നമ്മുടെ ഗ്ലോ ബോക്സ് കാലിലോട്ട് മുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യുന്നില്ല, കുഴപ്പമില്ല, നല്ലൊരു ഇതാണ്. അതുപോലെ തന്നെ ഇത് വെൻറ്റിലേറ്റഡ് ടൈപ്പാണ് വരുന്നത്. നമുക്ക് കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് വരുന്നത്. അതായത് കൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചാൽ മതി. ഇനി ഇത് കൂളിംഗ് ഫീച്ചർ വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷനുണ്ട്. നല്ലൊരു കാര്യമാണ്. ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവിടെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓടിക്കളിക്കാതെ അത്യാവശ്യം ചെറിയൊരു ഗ്രിപ്പ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും സംഗതി അടിപൊളിയാണ്. ഇനി തൊട്ട് താഴെ നല്ലൊരു മിറർ കാണാൻ സാധിക്കും. ഇതുപോലെ ഭയങ്കര വലുതായിട്ട് എൻ്റെ മുഖമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു ലൈറ്റ് ഇവിടെ മിസ് ചെയ്യുന്നുണ്ട്. ഇത്രയും പ്രൈസ് കൊടുത്ത് നമ്മൾ ഈ വാഹനം മേടിക്കുമ്പോൾ ഒരു ലൈറ്റും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ വേണമെങ്കിൽ ഈ ലൈറ്റ് ഇട്ടുകൂടേടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇടാം, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ എൻ്റെ സജഷൻ പറഞ്ഞതേ ഉള്ളൂ. ഓട്ടോ ഡിമ്മിങ് ഫീച്ചർ വരുന്ന റിയർ വ്യൂ മിററാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ SOS ഫീച്ചറും കിട്ടുന്നുണ്ട്, എമർജൻസി ഫീച്ചറും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂ ലിങ്കും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. എനിക്ക് ഈ ആംറസ്റ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോർ പാഡിലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ബോസിൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത്. കപ്പ് ഹോൾഡേഴ്സ് എല്ലാം ആസിറ്റീസ് നമ്മൾ അവിടെ കണ്ടതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ആംറസ്റ്റും കിടുവാണ്. കാരണം ഞാൻ അവിടെ പറയാൻ വിട്ട ഒരു കാര്യമാണ്, ഇതൊരു ലെതർ ഫിനിഷ്ഡ് മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു കളർ എത്രത്തോളം
എത്രത്തോളം നിൽക്കും, അതായത് ലാസ്റ്റ് ചെയ്യുന്ന ഞാൻ ഉദ്ദേശിച്ചത് ചെളിയൊക്കെ പിടിക്കാതെ, കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ കയ്യിലൊക്കെ ഉള്ള ചെളിയൊക്കെ ഇതിനകത്താകും. ഈ ഒരു കളർ ടോൺ വെച്ചിട്ട് എനിക്ക് തോന്നിയ ഒരു ഫീലാണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിൽ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻസ് ഇടുകയാണെങ്കിൽ, ഇത് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻസ് ഇടുകയാണെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇതൊരു ബ്ലാക്ക് മെറ്റീരിയലൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ കിടുമായിരുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് നമുക്ക് ബാക്കിലോട്ടൊന്ന് ഇരുന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ബാക്കിലത്തെ റോയിലോട്ട് കയറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഏരിയ കേട്ടോ. അതേ ലെഗ് റൂം നല്ല അടിപൊളിയാണ്, കാരണം ഈ വാഹനത്തിൻ്റെ നീളമുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ ഒരു സീറ്റ് സ്കൂപ്ഡ് ഡിസൈനാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് അത്രയും കൂടെ നമുക്ക് കാലത്ത് ഇങ്ങനെ കയറ്റി വയ്ക്കാം, അപ്പോൾ കുറേ സ്ഥലമുണ്ട്, വേണ്ട. ഓക്കെ, നല്ല വൃത്തിയായിട്ടിരിക്കാം. തൈ സപ്പോർട്ട് അങ്ങനെ വലിയത് പറയാനില്ല, ജസ്റ്റ് ഒരു ഓക്കെ മാത്രം, അത്രേ ഞാൻ പറയത്തുള്ളൂ. ബാക്കിൽ നമുക്ക് വലിയ രീതിക്കുള്ള സ്റ്റോറേജ് സ്പേസ് പറയാനില്ല, എന്നാലും അത്യാവശ്യം ഒരു ചെറിയ ബോട്ടിൽ, ഒരു 1 ലിറ്റർ ബോട്ടിലൊക്കെ കൊള്ളു, ഇതൊരു ഹാഫാണ്. അതുപോലെ തന്നെ ഈ സൈഡിൽ ഒരു ചെറിയൊരു പോക്കറ്റ് ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ വെക്കാൻ സാധിക്കും, കുഴപ്പമില്ല. ഇവിടെ ഒരു റീഡിംഗ് ലൈറ്റ് കാണാം, അത് ഇവിടെ ഉണ്ട്, നമുക്ക് ഈ ഒരു സൈഡിലും കാണാൻ സാധിക്കും. ഏതായാലും അതും കിടുവാണ്. തൊട്ട് താഴെയായിട്ട് നമുക്ക് 2 AC വെൻറ്റുകൾ കാണാൻ സാധിക്കും. ഓഫ് പൊസിഷൻ മാത്രമേ ഉള്ളൂ, കൺട്രോളിങ് വേറെ രീതിക്കൊന്നും നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. ഫ്രണ്ടിലത്തെ ബ്ലോവറിൻ്റെ സെയിം പ്രഷർ തന്നെയാണ് ഇവിടെ നമുക്ക് വരുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഒരു മൊബൈൽ നമുക്കിവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് മാത്രമല്ല, എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വയർലെസ് ചാർജിങ് അവൈലബിൾ ആണ്. നമുക്കിവിടെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ വയർലെസ് ആയിട്ട് അത് ചാർജ് ആവുന്നതായിരിക്കും. 2 C ടൈപ്പ് പോർട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് ഏറ്റവും എടുത്ത് പറയാൻ സാധിക്കുന്നൊരു കാര്യമാണ് ഈ C ടൈപ്പ്. കാരണം ഇപ്പോഴും പല വാഹനങ്ങൾ USB-A ടൈപ്പ് ബാക്കിൽ കൊണ്ട് വെക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ തന്നെ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക എന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പം ഞാൻ ഇരിക്കുന്ന ഒരു 60-40 സ്പ്ലിറ്റ് സീറ്റിലാണ്. ഈ ഒരു സീറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ റിക്ലൈൻ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, അപ്പോൾ അങ്ങനെ 2 സ്റ്റേജ് റിക്ലൈനിങ് ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതായത് ഒന്ന് ചാരി കിടക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഇട്ടതുപോലെ ഈ ഒരു പൊസിഷൻ ഒന്നുകൂടെ ഒന്ന് ചാരണമെങ്കിൽ ചാരി ഇരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു കപ്പ് ഹോൾഡർ നമുക്കിവിടെ അവൈലബിൾ ആണ്. 2 കപ്പ് വയ്ക്കാൻ പറ്റുന്നൊരു ഹോൾഡർ അവൈലബിൾ ആണ്. പക്ഷേ ഇങ്ങനൊരു കപ്പ് ഹോൾഡർ വരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ശരിയാണോ തെറ്റാണോ എന്നും കൂടി നിങ്ങളൊന്ന് പറയുക. അതായത് സെൻറ്ററിൽ ഇരിക്കുന്ന ഒരു പാസഞ്ചറിൽ എപ്പോഴും അവന് കംഫോർട്ട് കുറവായിരിക്കും. കാരണം ഞാനിപ്പോൾ സെൻറ്ററിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ബാക്ക് ശരിക്കും കുറച്ച് ഹാർഡാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കപ്പ് ഹോൾഡർ ആക്കുന്ന സമയത്ത് അതിനകത്ത് അതിൻ്റേതായ രീതികൾ കൊണ്ടുവരുമ്പോൾ ഈ ഒരു സോഫ്റ്റ്നെസ് നമുക്കവിടെ മിസ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഇതൊട്ടും തന്നെ സോഫ്റ്റ് അല്ല, അങ്ങനെ ഒരു പ്രശ്നം നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ പാസഞ്ചർ ഇവരെ കൺസിഡർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവന് ഹെഡ് റെസ്റ്റ് വേണ്ടെന്നാണ് പറയുന്നത്. റൈറ്റും ലെഫ്റ്റും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് 3 അവൈലബിൾ ആണ് കേട്ടോ, മൂന്നാമത്തെ ആൾക്കുള്ള, അതായത് സെൻട്രൽ പേഴ്സണിനും സീറ്റ് ബെൽറ്റ് ഇവിടെ അവൈലബിൾ ആണ്. ഈ വാഹനങ്ങളെല്ലാം സ്റ്റാൻഡേർഡ് 6 എയർ ബാഗ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഡ്രൈവർ സൈഡിലെ സ്റ്റിയറിംഗിൽ, ലെഫ്റ്റ് സൈഡിൽ പില്ലേഴ്സിൽ, കർട്ടനിൽ, 2 സൈഡിലെ സീറ്റുകളിലുമാണ് നമുക്ക് എയർ ബാഗ് കിട്ടുന്നത്. അങ്ങനെ നമുക്കിനി ഈ വാഹനത്തിൻ്റെ ഹൃദയഭാഗം ഒന്ന് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.5 ലിറ്ററിൻ്റെ എഞ്ചിനാണ് കോമൺ ആയിട്ട് ഈ വാഹനത്തിൽ വരുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. ഡ്രൈവ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IVT ഗിയർ ബോക്സ് അഥവാ നമ്മുടെ CVT ഗിയർ ബോക്സ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഈ ഒരു ഗിയർ ബോക്സിൻ്റെ ഒരു പ്രത്യേകത കാരണം നമുക്ക് കുറച്ചൊരു ലാഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പറഞ്ഞ പരിപാടിയല്ല ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും ഡ്യുവൽ ഇഞ്ചക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. ദേ ഈ കാണുന്നതാണ് ഡ്യുവൽ ഇഞ്ചക്ടർ. അതായത് ഒരു സിലിണ്ടറിൽ 2 ഇഞ്ചക്ടർ വെച്ച് വരുന്നുണ്ട്. 2, 4, 6, 8 ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സാണ് ഈ വാഹനത്തിൽ വരുന്നത്. അതായത് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ 8 ഇഞ്ചക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു സിലിണ്ടറിൽ തന്നെ 2 ഇഞ്ചക്ടർ വരുന്ന ഈ 2 ഇഞ്ചക്ടർ അത്രയും ഫ്യൂല് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. അതിൻ്റെ ആവശ്യാനുസരണം നമ്മൾ എത്രത്തോളം ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം പവർ ആവശ്യം വരുന്നുണ്ടെന്ന് വാഹനത്തിന് മനസ്സിലാവുന്നു, അത്രത്തോളം ഫ്യൂല് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഒന്ന് മാത്രം വർക്ക് ചെയ്യത്തുള്ളൂ. ചിലപ്പം പവർ കൂടുതൽ വേണ്ടി വരികയാണെങ്കിൽ 2 ഒന്നിച്ച് വർക്ക് ചെയ്യും. ഇതൊക്കെയാണ് ശരിക്കും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു സ്ഥിരം ചോദ്യം ഞാൻ പറഞ്ഞുതരാം, ഈ വാഹനത്തിൻ്റെ മൈലേജ് എത്രയാണ്? ഇതൊരു പെട്രോൾ വാഹനമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ ഒരു 1.5 ലിറ്റർ എഞ്ചിനാണ്. ഈ ഒരു വാഹനത്തിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു മൈലേജ് 17.8 ആണ്. പക്ഷെ അത്രയും കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഓടിച്ചാൽ കിട്ടും. മര്യാദയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കണ്ടീഷൻസ് നോക്കി ഓടിച്ചാൽ മാത്രം കിട്ടത്തുള്ളൂ. അല്ലാത്ത പക്ഷം നല്ല രീതിക്ക് കാല് കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 8 അല്ലെങ്കിൽ 9 മൈലേജ് നോർമലി കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. ഇപ്പം ഞാൻ ഇന്ന് ഓടിച്ച് വന്നപ്പോഴേക്കും അത്ര മര്യാദയ്ക്കല്ല, എന്നാൽ മര്യാദയ്ക്കാണ് ഓടിച്ചത്. അങ്ങനെ ഓടിച്ചപ്പോഴേക്കും ഏകദേശം ഒരു 12.7 ആണ് ഇപ്പം നിലവിൽ ക്ലസ്റ്റർ മീറ്ററിൽ കാണിക്കുന്നത്. 12.7 കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 11+ ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അപ്പം മൈലേജ് നോക്കി ഓടിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ
ലോ RPM, അതായത് കൂടുതൽ ആക്സിലറേറ്റ് ചെയ്ത് ഒത്തിരി ഫ്യൂവൽ ബേൺ ചെയ്ത് കളയാതെ ലോ RPMത്തിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിക്ക് മൈലേജ് കിട്ടുന്നതായിരിക്കും. ഏതായാലും എഞ്ചിൻ റൂം കാണുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇരുന്ന് അല്ലെങ്കിൽ നമുക്കിതിനകത്ത് കൈയൊക്കെ ഇട്ട് പണിയാൻ വേണ്ടിയുള്ള സൗകര്യമുണ്ട്. 1.5 ലിറ്റർ ടെർബോ ചാർജഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നാച്ചുറലി ആസ്പിറേറ്റഡ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നമുക്ക് ഏരിയ ഉണ്ട്. ഇതുപോലെ നമുക്ക് ഇഗ്നൈറ്റേഴ്സ് കാണാൻ സാധിക്കും. 1, 2, 3, 4 ഇഗ്നൈറ്റേഴ്സ് വരുന്നുണ്ട്. ഇഗ്നൈറ്റേഴ്സ് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂവലിനെ ബേൺ ചെയ്യാൻ വേണ്ടി സ്പാർക്ക് പ്ലഗിലോട്ട് കറണ്ട് കൊടുക്കാൻ വേണ്ടിയുള്ള യൂണിറ്റാണ് ഇപ്പം നമ്മൾ കണ്ട ഇഗ്നൈറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റ്. ബാക്കി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ് ABSൻ്റെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഈ കാണുന്ന സാധനമാണ് ABS മൊഡ്യൂൾ. ഇനി അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇതാണ് ABSൻ്റെ മൊഡ്യൂൾ. നമുക്കിത് കാണത്തക്ക രീതിയിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ പറഞ്ഞു പോയേക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്നതാണ് ഇവാപ്പറേറ്റർ യൂണിറ്റിലോട്ട് പോകുന്ന എക്സ്പാൻഷൻ വാൽവാണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു യൂണിറ്റ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്ന സ്ഥലം. ബാക്കി വരുന്നതാണ് അതിൻ്റെ ബൂസ്റ്റർ അസംബ്ലി എന്ന് പറയുന്നത്. അതായത് വാക്യൂമാണ് ഈ ഒരു ട്യൂബ് വഴി പോകുന്നത്. ആ വാക്യൂം നമ്മുടെ എഞ്ചിനകത്ത് നിന്ന് തന്നെ എടുക്കുന്ന എഞ്ചിൻ വാക്യൂമാണ്. എഞ്ചിൻ വാക്യൂം പല സ്ഥലത്തും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഇതാണ് എഞ്ചിൻ്റെ വാക്യൂം എടുക്കുന്നത്. ഇതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് ബൂസ്റ്ററിലോട്ടും പോകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എഞ്ചിൻ ഓയിൽ ഒഴിക്കേണ്ട ഗ്യാപ്പ്, എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ ചെക്ക് ചെയ്യേണ്ട സ്റ്റിക്ക്, പിന്നെ പെട്ടെന്ന് കാണുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻസിലൊന്ന് കമൻറ്റ് ഇട്ടോളുക. വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കമൻറ്റ് ഇട്ടിട്ട് ഞാൻ റിപ്ലൈ തരുന്നില്ല എന്ന് ആരെങ്കിലും പരാതി പറയുകയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ വായിക്കുന്നുണ്ട്. ഉറപ്പായിട്ട് അതിനൊരു റിപ്ലൈ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. പറഞ്ഞ പോലെ ഇതൊരു 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. ഇതിൻ്റെ പവർ വരുന്നത് 115 PS പവറും 144 Nm ടോർക്കുമാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് 17.4 ആണ്. മാനുവൽ ഗിയർ ബോക്സ് വരുന്ന വാഹനത്തിൽ വരുന്നത്. അതേ സ്ഥാനത്ത് ഇതിൻ്റെ CVT ആണ്. നമുക്കിവിടെ വരുന്ന IVT ആണ്. ഇതിൻ്റെ മൈലേജ് വരുന്ന 17.7 ആണ്. അതുപോലെ തന്നെ നമുക്കൊരു 1.5 ലിറ്റർ ടെർബോ ചാർജ് എഞ്ചിനും നമുക്ക് അവൈലബിൾ ആണ്. അവിടെ 160 PS പവർ 253 Nm ടോർക്കുമാണ് നമുക്ക് കിട്ടുന്നത്. അവിടുത്തെ പവർ എന്ന് പറയുമ്പോൾ 7 സ്പീഡ് DCT ഗിയർ ബോക്സാണ് നമുക്ക് കിട്ടുന്നത്. 18.4 കിലോമീറ്ററാണ് അവിടെ മൈലേജ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ കീയുടെ ഫീച്ചർ കൂടെ ഒന്ന് പറഞ്ഞേക്കും. വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ല. ആ പഴയ കീ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. പക്ഷേ ചെറിയൊരു സാധനം കൂടെ മാറ്റം വന്നിട്ടുണ്ട്. ലോക്ക് അൺലോക്ക് ഹോൾഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചറും കൂടെ വരുന്നുണ്ട്. ഹോൾഡ് എന്ന് പറഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫീച്ചറാണ്. അതുപോലെ തന്നെ ഇത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പം വാഹനം ഇപ്പം ലോക്ക്ഡാണ്. ഞാൻ ഒന്നുകൂടെ ലോക്ക് ചെയ്തു ഹോൾഡ് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ വാഹനം ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടായിരിക്കുകയാണ്. പക്ഷേ ഇവിടെ സ്റ്റാർട്ടാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AC ഓൺ ചെയ്ത് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി. ബട്ട് ഈ ഒരു വാഹനം ഇപ്പോഴും ലോക്ക്ഡാണ്. ഒന്നുകൂടെ ഈ ഹോൾഡ് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്, വാഹനം ഓഫായി. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടി, സൺറൂഫ് ഓപ്പൺ ആണ്. ഇനി ഞാൻ ഈ വാഹനം ഒന്ന് ലോക്ക് ചെയ്യുക. സൺറൂഫ് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആകുമെന്നറിയാം. ഈ വാഹനം ഞാനിപ്പോൾ ലോക്ക് ചെയ്യാണ്, ലോക്ക്ഡായി. ഇനി സൺറൂഫ് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയോ നിങ്ങൾ നോക്കുക, ഇല്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൺറൂഫ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം വാഹനം ലോക്ക് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ പണി കിട്ടാൻ പോകുന്ന മഴയോ വല്ലതൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം വാഹനത്തിനകത്തോട്ട് ഇറങ്ങും. അങ്ങനെ വെള്ളം ഇറങ്ങി ഏതെങ്കിലും രീതിക്കൊരു ഡാമേജ് വന്നാൽ ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ പോലും ബുദ്ധിമുട്ട് വരും. കാരണം പർപ്പസ്ഫുള്ളി നമ്മൾ ചെയ്തതാണ്, പർപ്പസ്ഫുള്ളി അല്ല എന്നാൽ പോലും അറിയാതെ ചെയ്തതാണെങ്കിലും ഇതിൻ്റെ പുറകെ നടന്ന് കുറച്ച് ഇതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്ത് തീർക്കാൻ വേണ്ടി സമയം കുറച്ചെടുക്കും. അതുകൊണ്ട് കഴിവതും വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മീറ്ററിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇത് സൺറൂഫ് അടച്ചിട്ടില്ല എന്ന് നമുക്ക് സൂചന തരുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമുക്കൊരു ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്താലോ. ഏതായാലും ഈ വാഹനം നല്ല പെർഫോമൻസ് ആയിട്ടൊന്ന് ഓടിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഫ്യൂവൽ കുറവായിട്ട് ഞാൻ ഒത്തിരി നോക്കുന്നില്ല, എന്നാലും നോക്കും. നമ്മുടെ ഡ്രൈവിംഗ് രീതിയെല്ലാം നോക്കണമല്ലോ. ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടുന്ന് നമ്മുടെ സ്ഥിരം പോകുന്ന പോലെ തന്നെ ഒരു കയറ്റം കയറുന്നു. ഓട്ടോ ഹോൾഡ് ഉള്ളതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട പോലും കാര്യമില്ല, നിന്നോളും, പോകത്തില്ല. പിന്നെ ഈ IVT ആണെങ്കിൽ പോലും നമ്മൾ ഓവറായിട്ട് ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ RPMത്തിലോട്ട് കയറുന്നുണ്ട്. അതിപ്പം വാഹനത്തിനെ കുറ്റം പറയാൻ പറ്റില്ല. എന്നാലും കമ്പാരിറ്റീവ്ലി ഒരു നോർമൽ CVT വാഹനത്തിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ പെർഫോമൻസിനും ഡിഫറൻസ് നമുക്കിവിടെ IVT ആകുമ്പോഴത്തേക്കും വരുന്നുണ്ട്. ഏതായാലും ഓവറോൾ പെർഫോമൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഏകദേശം ഒരു 15 കിലോമീറ്റർ സംതിങ് ഇതിപ്പം ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇപ്പം ഡ്രൈവ് ചെയ്ത് നോക്കണം. പിന്നെ ഒരു മഴക്കോളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് നേരത്തെ ഒന്ന് വീഡിയോ തീർച്ചയായിട്ടും ഡ്രൈവിന് പോകാം എന്ന് വെച്ചത്. സാധാരണ ഞാൻ കുറേ ഡ്രൈവ് ചെയ്തതിന് ശേഷമായിരിക്കും വീഡിയോ എടുക്കുന്നത്. കാരണം അപ്പം ആ വാഹനത്തിനെക്കുറിച്ച് ഒരുവിധം നല്ലൊരു ഐഡിയ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതെല്ലാം നമുക്കിത് വെച്ച് പിടിക്കാം. ആദ്യം തന്നെ നമ്മുടെ കയറ്റം ഒന്ന് കയറാം. യെസ്, അപ്പം നമ്മുടെ സ്ഥിരം കയറ്റം നമ്മളിത് കയറുന്നു, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു. ഓട്ടോ ഹോൾഡ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി പോരണം. പോകുന്നില്ലേ? പോയി. ഓക്കെ. അപ്പം ഇപ്പം ഞാൻ ഓട്ടോ ഹോൾഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ടോ ഇല്ല, ഓക്കെ, എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ഇറങ്ങത്തില്ല. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നല്ല കുത്തനെയുള്ള കയറ്റം കയറുന്ന സമയത്ത് ഫ്രണ്ടിലുള്ളവരും കാണത്തില്ല. സത്യമല്ലേ?
അപ്പോൾ അന്നേരം നമുക്ക് ഗുണം എന്താണെന്ന് ഞാൻ കാണിച്ചാൽ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതേ കണ്ടോ, ഈ ഒരു മോഡ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കാണാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു 360 ഡിഗ്രിയുടെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് ഞാൻ പറയും. കാരണം ഇപ്പം ഞാനൊരു കയറ്റത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നൊരു വാഹനം വരുന്നുണ്ടോ എന്ന് അറിയാൻ സാധിക്കത്തില്ല. പക്ഷേ ഇവിടെ ഒരു 360 ഡിഗ്രി ക്യാമറ ഉള്ളത് കൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇങ്ങനെ ഒരു കയറ്റത്തിൽ ഓട്ടോ ഹോൾഡ് ഫീച്ചർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഓട്ടോ ഹോൾഡ്. ഇങ്ങനെ ഓട്ടോ ഹോൾഡ് ഓൺ ആക്കിയിട്ട് എത്ര നേരം വേണമെങ്കിലും എനിക്ക് ഇവിടെ ഇരിക്കാം. പക്ഷേ അങ്ങനെ ഒത്തിരി നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഫ്യൂല് തീരും കേട്ടോ, അത് നോക്കണം. ഇനി ഞാൻ ആക്സിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾഡ് വിട്ട് വാഹനം മുമ്പോട്ട് പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട്. കയറ്റം കയറുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് വന്നില്ല. ഫ്രണ്ടിൽ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് അത് അറിയാൻ സാധിക്കും. അതിൻ്റെ പണി കഴിഞ്ഞാൽ അത് ഓഫായി വീട്ടിൽ പോയി. ഇനി നമുക്ക് പോവാം. ഓക്കെ, ഏതായാലും ഒരു വലിയ വാഹനമാണെന്ന് പറഞ്ഞാലും ഇതിപ്പം അത്യാവശ്യം ചെറിയ വഴിയാണ്. നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ഒരു വഴി കൂടെയൊക്കെ വളരെ സിമ്പിളായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് വാഹനത്തിന് വലിപ്പം ഇല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, കുറേ കൂടെ കംഫർട്ടബിളായിട്ട് എനിക്ക് സൈഡൊക്കെ കാണാൻ സാധിക്കുന്നതുള്ളതുകൊണ്ട് അതൊക്കെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഗട്ടേഴ്സിൽ ഒരു ഓക്കെ ഫീലായിട്ടാണ് എനിക്ക് ഇവിടെ തോന്നുന്നത്. കുറച്ചൊരു ചാട്ടമുണ്ട്, എന്നാൽ ഒത്തിരി അങ്ങോട്ടുണ്ടെന്ന് ഞാൻ പറയത്തില്ല, ഒരു ആവറേജ് ഉണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, SUV ആണ്, ആൾ കുറവാണ്, അതുകൊണ്ട് നോർമലി നമുക്കങ്ങനെ ഫീൽ ചെയ്യും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ സ്ഥിരമായിട്ടുള്ള നല്ല ഗട്ടേഴ്സിലും കൂടെ ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ പെർഫോമൻസും കൂടെ ഒന്ന് നോക്കിയിട്ടേ നമ്മൾ വിടും. വേറെ വാഹനം വന്നാൽ വഴി കൊടുക്കാനുള്ള സ്ഥലമില്ല, അത്രയും ചെറിയ വഴിയാണ്. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി, എല്ലാവർക്കും ഹാപ്പി ആവണം കേട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ ബ്ലൈൻഡ് സ്പോട്ട് ഇൻഡിക്കേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ക്ലസ്റ്റർ മീറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചോളുക, അതിനകത്ത് നമുക്ക് റൈറ്റ് സൈഡിലെ ക്യാമറ ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്ത് ഞാൻ റൈറ്റിലോട്ട് തിരിയാൻ വേണ്ടി ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ എനിക്ക് റൈറ്റ് സൈഡ് കാണിച്ചു തരുന്നുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡും എനിക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വേണ്ട, ഇന്ത്യയിൽ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിയുകയാണെങ്കിൽ പോലും ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബൈക്ക് ഉറപ്പായിട്ടും കയറി വരും. അതിവിടുത്തെ ഒരു രീതിയാണ്, മറ്റേ ഈ പറഞ്ഞ പോലെ കീഴ്വഴക്കമാണ്. അപ്പം ഈ ഒരു സെറ്റപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിറേഴ്സ് അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറാസ് അവൈലബിൾ ആയതുകൊണ്ട് കുറച്ചുകൂടി ഒരു എളുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഈ ബ്ലൈൻഡ് സ്പോട്ട് ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ടുണ്ട് ഈ അടുത്ത കാലം തൊട്ട്. അപ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് മിറേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ ക്യാമറ വേണമെന്ന് ഞാൻ ഒരിക്കലും ആവശ്യപ്പെടത്തില്ല, കാരണം അത് നടക്കത്തില്ല. ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിറേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ചൊരു നല്ലൊരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ ഞാൻ അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടേക്കുക. പുതിയ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ ഇതുപോലെ അപ്ഡേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കൊരു 0 to 100 ഒന്ന് ജസ്റ്റ് നോക്കിയാലോ. ഞാനിപ്പോൾ നിർത്തിയിട്ടിരിക്കുകയാണ്. യെസ്, ദേ ഫുൾ ത്രോട്ടിൽ. 6000 ചവിട്ടേണ്ടി വന്നു. ഓക്കെ, ഏതായാലും CVT അഥവാ IVTയുടെ ശരിക്കുള്ളൊരു ഗുണം, അല്ലെങ്കിൽ ഗുണം എന്നല്ല, എന്നാൽ അതിൻ്റെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് എവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്രയും RPM കയറി, അതായത് ഏകദേശം ഒരു 6000 RPM കയറിയതിന് ശേഷമാണ് അടുത്തൊരു സ്റ്റെപ്പിലോട്ട് അത് മാറിയത്. നമുക്ക് വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും വലിക്ക് ഒരു കുറവുമില്ല. ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്കൊരു 6 കിലോമീറ്ററിന് മേളിൽ മൈലേജ് കിട്ടില്ല, ഉറപ്പാണ്, എഴുതിയിട്ടോ. ഓക്കെ, ഏതായാലും ഓവറോൾ എനിക്ക് ഈ വാഹനം ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറേയേറെ ഞാൻ ഡ്രൈവ് ചെയ്തു. എന്തുകൊണ്ടും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ക്രെറ്റ എന്ന് പറയുന്നത് തന്നെ ഒരു നല്ലൊരു റോഡ് പ്രസൻസ് ഉള്ളൊരു വാഹനമാണ്. ഇപ്പോൾ 3rd ജനറേഷൻ അതുപോലെ അപ്ഡേറ്റ് ചെയ്തും ഉള്ള ഫീച്ചേഴ്സ് എന്ന് പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത രീതിക്കുള്ള ഫീച്ചേഴ്സാണ് തിക്ലി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം ഒട്ടും ഫീച്ചേഴ്സ് ഇല്ലാത്ത വാഹനങ്ങളും ഉണ്ട്. അതിനകത്ത് നമുക്ക് ജസ്റ്റ് ഒരു ഡ്രൈവ് മാത്രമാണ്. ഇതിലൊക്കെ എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് നോർമൽ ഡ്രൈവ് മാത്രമല്ല, ഒരു ഫൺ ടു ഡ്രൈവ് എന്നുള്ളൊരു എക്സ്പീരിയൻസും പിന്നെ ഒരുപാട് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നമുക്ക് ഏത് കയറി പിടിച്ച് തുണക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, ആ ഒരു രീതിയാണ്. ഏതായാലും ഓവറോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് നമ്മുടെ മോശപ്പെട്ട വഴിയും കൂടെ ഒന്ന് കയറി നോക്കാം. നല്ല രീതിക്ക് ചെളിയിൽ കുളിച്ച് കിടക്കുകയാണ്. നോക്കാം. ശരിക്കും മഡും സാൻഡും ഒക്കെ വേണ്ടി വന്നു തോന്നുന്നു. അപ്പോൾ സംഗതി നല്ലൊരു കുഴിയായിരുന്നു. കുഴിയല്ല, മീൻസ് നല്ല ചെളിയൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇവിടെയും അതുപോലത്തെ അത്യാവശ്യം നല്ലൊരു ഡിപ്പും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. ഇതുണ്ടോ, നമുക്കിപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ആ സ്ക്രീനും കൂടെ ഓണായി വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ശ്രദ്ധിക്കൂ,
യെസ്, ആവശ്യം കഴിയുമ്പോൾ അവൻ തന്നെ ഓഫാകും. യെസ്. അപ്പം എങ്ങനെയുണ്ട് സസ്പെൻഷൻ സൈഡ് എന്ന് ചോദിച്ചാൽ ഞാനൊരു ഓക്കെ ഫീലേ പറയാം. കംഫോർട്ടുണ്ട്, എന്നാലും നമ്മുടെ ആ ഒരു സോഫ്റ്റ് നല്ല കുഷനിങ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കട്ടേഴ്സിൽ കിട്ടത്തില്ല. ചെറിയൊരു ചാട്ടം ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വാഹനം ആകപ്പാടെ 5479 കിലോമീറ്റർ മാത്രം ഓടിയൊരു വാഹനമാണ് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സീക്വൻഷ്യൽ മോഡിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഞാനിപ്പോൾ ഡ്രൈവ് മോഡിലാണ് ഞാൻ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ നേരെ സീക്വൻഷ്യൽ മോഡിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ എനിക്കിത് പാഡിൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്ത്, അതായത് ഈ പാഡിൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്ത് 1 2 3 4 5 6 7 8 വരെ പോകാൻ സാധിക്കുന്നു. അതായത് 8 സ്റ്റേജ് വരെ നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. അന്നേരം ആ ഒരു സ്റ്റേജിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നല്ല സൂപ്പർ ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഏതായാലും ഓവറോൾ എനിക്ക് ഈ വാഹനത്തെക്കുറിച്ച് നല്ല ഒരു അഭിപ്രായമാണ്. പ്രത്യേകിച്ച് ഒരു 4 സിലിണ്ടറാണ്. 4 സിലിണ്ടർ വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാൻ തന്നെ ഇല്ല. അതും ഒരു പോസിറ്റീവ് സൈഡാണ്. യെസ്, അങ്ങനെ നമ്മൾ മെയിൻ റോഡിലോട്ട് അപ്രോച്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഞാൻ കൈ പിടിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും വാഹനം സ്വയമേ പോവുകയാണ്. ജസ്റ്റ് ഞാൻ ആക്സിലറേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതാണ് ശരിക്കും അഡാസിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ കീപ്പ് യുവർ ഹാൻഡ്സ് ഓൺ ദ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്, എന്നാലും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കാണുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ 44 കിലോമീറ്റർ സ്പീഡാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഈ വാഹനം ആകപ്പാടെ പോകുന്ന 40ക്ക് താഴെയാണ്. ഇപ്പോഴും ആ ഫ്രണ്ടിലത്തെ വാഹനത്തിൻ്റെ മെയിൻറ്റെയിൻ ചെയ്ത്, ഞാനിപ്പോൾ ആക്സിലറേറ്റ് ചെയ്യുന്നില്ല, സ്റ്റിയർ ചെയ്യുന്നതല്ല, ഈ വാഹനം തന്നെയാണ്, നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കണ്ടോ, ബ്രേക്ക് ചെയ്ത് അവൻ തന്നെ ബ്രേക്ക് ചെയ്ത് പോവുകയാണ്. കണ്ടോ, ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാനത് ചുമ്മാ ഇരിക്കുക. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ അതേ കൃത്യമായിട്ട് സ്റ്റിയറിംഗ് തിരിക്കുന്നുണ്ട്, ലെയിൻ കീപ്പ് അസിസ്റ്റ്, അതുപോലെ തന്നെ ഫ്രണ്ടിൽ തേണ്ട ഇപ്പോൾ ഒരു ബൈക്കുകാരൻ കയറി വരുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടത്തേക്ക് ഏറ്റവും വലിയൊരു കുഴപ്പം കേട്ടോ. അതെ ബ്രേക്ക് ചെയ്തു, കണ്ടോ, ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കേണ്ട, ആക്സിലറേറ്ററോ ബ്രേക്കോ ഒന്നും ഞാൻ തൊടുന്നില്ല. അതിൻ്റെ താഴെ ഒന്ന് കാണിച്ചു കൊടുത്തേ, ഒന്നും ചെയ്യുന്നില്ല, വാഹനം സ്വയം പോവുകയാണ്. കണ്ടോ, കീപ്പ് യുവർ ഹാൻഡ്സ് ഓൺ ദ സ്റ്റിയറിംഗ്. ഓക്കെ, ഞാൻ ബ്രേക്ക് ചെയ്തിട്ടില്ല, ബ്രേക്ക് സ്വന്തമായിട്ട് ചെയ്തതാണ്. ഇത് കണ്ടോ, ഞാനൊന്നും ചെയ്യുന്നില്ല. ഇപ്പം നോക്കിക്കോണം, ഫ്രണ്ടിലത്തെ വാഹനം എടുക്കുന്ന സമയത്ത് യൂസ് സ്വിച്ച് ടു പെഡൽ ടു ആക്സിലറേറ്റ്. ഓക്കെ, വാഹനം സ്റ്റോപ്പായി കഴിഞ്ഞാൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പെർമിഷൻ വേണം, നീ തന്നെ പറയണമെന്നാണ് പറഞ്ഞത്. ഓക്കെ ശരി, ഞാൻ ബ്രേക്ക് ചെയ്തു. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഹുണ്ടായുടെ ഏതെങ്കിലും വാഹനം എടുക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പോപ്പുലർ ഹുണ്ടായുടെ നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്ത് ഏതൊരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വാഹനം നമുക്ക് തന്നിരിക്കുന്ന പോപ്പുലർ ഹുണ്ടായാണ്, അതുകൊണ്ട് തന്നെയാണ് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ എൻക്വയറി നടത്താൻ സാധിക്കുന്നതാണ്.